നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം അഡ്വക്കേറ്റ് വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. പണിയെടുത്ത 2 മാസത്തെ വേതനം ഉടൻ നൽകുക, മിനിമം വേതനം 1000 രൂപയായി പ്രഖ്യാപിക്കുക, 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നത് ഉടൻ നടപ്പിലാക്കുക, 10 വർഷത്തെ സർവീസുള്ളവരെ പാർട്ട് ടൈം കണ്ടിൻജൻസി ജീവനക്കാരായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. അവർ പരിഗണിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം പ്രധാനമായും ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ സ്ത്രീകളാണ്. അതും 60 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ്. ഇത്രയും ദുർബലരായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ, ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ ഏർപ്പെടുന്ന ഒരു മേഖലയിൽ, അതും ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുള്ള രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ആ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ നിലനിർത്തുവാൻ ഉതകുന്ന ഉച്ചഭക്ഷണ പദ്ധതി കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കേണ്ട പ്രാധാന്യം ലോകവ്യാപകമായി എടുത്തു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഏർപ്പാടാക്കി കൊടുക്കുന്ന തൊഴിലാളികളെ സർക്കാർ ഏത് രീതിയിൽ അവജ്ഞയോടുകൂടിയാണ് കാണുന്നത്, ഏത് രീതിയിലാണ് ഇത്രയും പുച്ഛത്തോടുകൂടി തീരെ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഈ തൊഴിലാളികളെ സർക്കാർ കാണുന്നത് എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് PV പുഷ്പറാണി അധ്യക്ഷത വഹിച്ചു. അനിത, ശാന്ത ചേലേരി, പ്രേമജ ചിരിയത്ത്, ഷീബ കൊടോളിപ്രം, അജിത തലശ്ശേരി, ഓമന മണത്തണ തുടങ്ങിയവർ പങ്കെടുത്തു. തങ്ങളുടെ ജീവിതം വേതനമില്ലാതെ ഉരുകിത്തീരുന്നതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു.